പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ചിന്തിക്കാൻ നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. നമ്മളത് ഇംഗ്ലീഷ് വായിക്കുവാണെങ്കിൽ പറയുന്നത്, ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു ദ ഫിഷേഴ്സ് ഓഫ് മെൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ, നമ്മുടെ തൊഴിലുകളിൽ, നമ്മൾ തിരക്കേറിയ ഈ ജീവിതത്തിൽ ഓടുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാരാബ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ പ്രാരാബ്ധങ്ങളാണ്, ജീവിത ഭാരങ്ങളാണ്, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയാണ്, അതെല്ലാം വിടുക. ആ ഭാരങ്ങളും നിൻ്റെ സ്ട്രഗിൾസ്, നിൻ്റെ വിചാരങ്ങൾ എല്ലാം നീ എൻ്റെ മേലിടുക. നിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം എൻ്റെ മേലിടുക. അതെല്ലാം കളഞ്ഞിട്ട്, അതെല്ലാം നീ ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ ഫോളോ ചെയ്യുക. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ദ ഫിഷേഴ്സ് ഓഫ് മാൻ. അതായത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമുക്ക് ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അതിനു വേണ്ടിയിട്ട് ഉപേക്ഷിച്ചാൽ, വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് ദിനംപ്രതി നാൾതോറും അവൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണമെന്ന് പറയുന്നത്. ക്രൂശ് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒരു അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് എവരിഡേ നാൾതോറും അവൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജഡം എന്നുള്ള ആ ഫീലിങ്, നമ്മുടെ ജഡത്തിൽ ഉണ്ടാകുന്ന ആ ക്രൂശുകൾ, അതിനെ ഓരോ നിമിഷവും നമ്മൾ കൊല്ലണം. ഓരോ നിമിഷവും അതിന്മേൽ ജയം നേടി കർത്താവിനെ ഫോളോ ചെയ്യുവാൻ, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാൻ, ദൈവത്തെ ഫോളോ ചെയ്യുവാനാണ് നമ്മളെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ആരും ഇത് കേൾക്കുന്നില്ല. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. നിൻ്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയെങ്കിൽ സമർപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നങ്ങളായാലും വിചാരങ്ങളായാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അത് സമർപ്പിക്കുക. കർത്താവിന് വേണ്ടത് നമ്മളെയാണ് വേണ്ടത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നമ്മൾ അവന് വേണ്ടി തുറന്നിട്ടുണ്ടോ? നമ്മൾ അവനെ ഫോളോ ചെയ്യുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ ആ നാൾതോറുമുള്ള ക്രൂശിനെ എടുക്കുവാൻ, ആ ക്രൂശിനെ സഹിപ്പാൻ നമ്മൾ തയ്യാറാണോ? പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത്, നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതലായിട്ട് ദൈവഭക്തിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിലുള്ള സകലത് നേടാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ മനുഷ്യനാകുമ്പോൾ ഈ ലോകത്തിൽ കിട്ടുന്ന പണങ്ങളും പ്രതാപങ്ങളും ഒക്കെയാണ് അവർക്ക് ഏറ്റവും വലുത്. പ്രിയമക്കളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കോടീശ്വരരാക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഒരിക്കലും ദൈവഭക്തിയെ, ദൈവത്തോടുള്ള ഭക്തിയെ, ദൈവത്തിനോടുള്ള സ്നേഹത്തിനെ ഒരിക്കലും നമ്മുടെ പുറമേ ഉള്ള ലൗകികമായ കാര്യങ്ങളുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് നോക്കരുത്. ഒരിക്കലും അത് ചെയ്യരുത്. ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല കർത്താവ്. നിനക്ക് അന്നെന്നുള്ളത് നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അതിനെ ഒരു കോടീശ്വരയാക്കാനോ ആക്കാമെന്ന് ദൈവം ഒരിക്കലും വാഗ്ദത്തം പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ നിമിഷമുള്ള ക്രൂശ്, നമ്മുടെ ജഡത്തിന്മേലുണ്ടാകുന്ന ഓരോ പാപങ്ങൾ, അതിന്മേൽ ജയം നമ്മൾ നേടണം. നമ്മുടെ ജഡത്തിനെ നമ്മൾ കൊല്ലണം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നാം ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു പ്രതിഫലിക്കണം. ക്രിസ്തു ആയിരിക്കണം നമ്മളെ ജീവിക്കുന്നത്. ഒരുവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ അവനിൽ പിന്നെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഈ ജഡമല്ല ജീവിക്കുന്നത്. അതായത് ഞാനൊരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അവിടെ ഉണ്ടാകേണ്ടത്, അവിടെ ക്രിസ്തുവാണ് ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീണ്ടും തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്താൽ, അതെ, പിന്നെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ 9-ാം അധ്യായത്തിൽ,
പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാൾതോറും തൻ്റെ ക്രൂശ്, നാൾതോറും ജഡത്തിലുണ്ടാകുന്ന കഷ്ടതകൾ, ജഡത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, പാപത്തിൻ്റെതായ പല 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 കളങ്കങ്ങൾ, അതിനെയെല്ലാം കൊന്ന് കർത്താവിനെ നമ്മൾ അനുഗമിക്കണം. കർത്താവിനെ അനുഗമിച്ച് സകലത് ഉപേക്ഷിക്കണം. യഥാർത്ഥമായ ദൈവവിളി വന്നു കഴിഞ്ഞാൽ നീ അതിനു മുൻപിൽ ഒന്നും അതിന് പകരമാക്കി വെക്കുവാൻ ഇടവരരുത്. വിശുദ്ധ വചനം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അങ്ങനെ അതിൽ പരിപൂർണമായും നമ്മൾ വിശ്വസിക്കണം. നമ്മളുടെ വിചാരങ്ങളോ നമ്മളുടെ നിലവുകളോ ഒന്നും അല്ല യഹോവയുടെ വിചാരങ്ങളും നിലവുകളും. എന്നാൽ നമ്മളുടെ വിചാരങ്ങളെക്കാൾ എത്രയേറെ ഉയർന്നതാണ് യഹോവയുടെ വിചാരങ്ങൾ. നമ്മൾ തീർച്ചയായിട്ടും അതിൽ പരിപൂർണമായും വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിന്മേൽ ജയം നേടാൻ കഴിയുകയുള്ളൂ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പേൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മളുടെ അടുത്ത് വരത്തുള്ളൂ. നമ്മൾ അവനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അവൻ നമ്മളെ ഉപേക്ഷിക്കും. പിശാച് നമ്മളിൽ കുടികയറുവാൻ ഇടയായിത്തീരും. പിശാചിനെ ഓടിപ്പോകണമെങ്കിൽ, അങ്ങനെ പിശാചിൽ നിന്ന് നമ്മൾ മാറിപ്പോകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അവൻ തന്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്നവനാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ വിട്ട് നമ്മൾ മാറിപ്പോകുമ്പോൾ അത് നമ്മളെയും വിട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് അടുത്ത് വരണം. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുന്നോ അന്ന് ദൈവം നമ്മളുടെ അടുത്തും വരും. ദൈവമക്കളെ, പരിപൂർണമായും വിശ്വസിക്കുക. കർത്താവിനെ അനുഗമിക്കുവാൻ ധൈര്യത്തോടെ കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരായി തീരണം. അതിനു മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സുഖങ്ങളും അതിന് തുല്യമല്ല, ഒന്നും അതിന് തുല്യമല്ല. ഒരുവൻ ക്രിസ്തുവിലാകുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ഉപേക്ഷിച്ച് നാൾതോറും അവൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാൾതോറും നമ്മുടെ ജഡത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, ജഡത്തിലുണ്ടാകുന്ന പാപങ്ങൾ സകലത്തിന്മേൽ ജയമെടുത്ത് യഹോവയുടെ വചനത്താൽ, ദൈവവചനത്താൽ അതിന്മേലൊക്കെയും ജയം എടുത്ത് കർത്താവിൻ്റെ ക്രൂശിനെ അനുഗമിക്കുക, കർത്താവിനെ അനുഗമിക്കുക. അതാണ് ദൈവമക്കളെ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു ദ ഫിഷസ് ഓഫ് മെൻ. ആമേൻ. മനുഷ്യരെ പിടിക്കുന്നവരാകുക, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ, കർത്താവിൻ്റെ സുവിശേഷം, യഹോവയുടെ സുവിശേഷം അനേകരോട് പറയുവാൻ നമുക്ക് ധൈര്യമുള്ളവരായി തീരണം. അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്.